ത്രിയേകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളേവരെയും വീണ്ടും വരുമെന്ന് അറിയിച്ചത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ചിന്താവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നവർക്ക് മാത്രമേ നന്മയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നവർക്ക് മാത്രമേ നന്മയിൽ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. എബ്രായർ എഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. പ്രത്യാശിക്കുന്നവയെക്കുറിച്ചുള്ള ഉറപ്പും കാണാത്തവയെക്കുറിച്ചുള്ള ബോധ്യവും ആണ് വിശ്വാസം എന്ന് നമുക്ക് എവർക്കും അറിയാം. യേശുക്രിസ്തുവിനെ പിൻപറ്റിയുള്ള ജീവിതത്തിന് ഒരുവൻ്റെ ജീവിതത്തെ തിരിച്ച് വിടുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് ഹൃദയംഗമായ വിശ്വാസമാണ്. ഹൃദയംഗമായ വിശ്വാസം എന്താണ്? പ്രശ്നങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയും മുമ്പിൽ നശിച്ചു പോകുന്ന വിശ്വാസമല്ല, പിന്നെയോ പരിശുദ്ധാത്മ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് സാഹചര്യങ്ങൾക്ക് അതീതമായി ദൈവത്തിൽ പൂർണ്ണ സമർപ്പണം നടത്തുന്നതാണ് ഹൃദയംഗമായ വിശ്വാസം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ സ്ഥിരപ്പെടണമെങ്കിൽ നാം വചനം വായിച്ച് ഗ്രഹിക്കണം. ആ വചനത്തിൽ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് മനസ്സിലാക്കി അതിൻ പ്രകാരം നാം ജീവിക്കണം. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 2-ാം അധ്യായം നാം നോക്കുമ്പോൾ അതിൽ ഒരു വിവാഹത്തെക്കുറിച്ച് വായിക്കുന്നുണ്ട്, കാനാവിലെ കല്യാണം. അതിൽ നാം കാണുന്നത് വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ കൂട്ടത്തിൽ കന്യമറിയാമും യേശുവും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു എന്നതാണ്. അവിടുത്തെ കുറവിനെക്കുറിച്ച് അറിഞ്ഞ കന്യമറിയാം ചില കാര്യങ്ങൾ അവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതിന് കാരണം അവളുടെ വിശ്വാസ സ്ഥിരതയാണ്. തൻ്റെ മകനിലുള്ള അവളുടെ ഉറച്ച വിശ്വാസം. അവന് അതിനുള്ള കഴിവുണ്ട്, അവനെ കൊണ്ട് അത് സാധിക്കും. ഞാൻ അവനോട് പറയുന്ന കാര്യം ഒരിക്കലും അവൻ നിഷേധിക്കത്തില്ല, അവൻ എൻ്റെ മധ്യസ്ഥതയിൽ അവൻ അത് നിർവഹിക്കും എന്നുള്ള ആ ഉറച്ച വിശ്വാസം. നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത് അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ദൈവം തന്നെയാണ് വിശ്വാസത്തിൻ്റെ വിഷയമെന്ന് കൈസരിയയിലെ വിശുദ്ധ ബെസേലിയോസ് പറയുന്നു. മറ്റുള്ള സഭകൾ വേദപുസ്തകമാണ് വിശ്വാസത്തിൻ്റെ ആധാരം എന്ന് പഠിപ്പിക്കുമ്പോൾ സഭയാണ് വിശ്വാസത്തിൻ്റെ ആധാരമെന്ന് കാതോലിക സഭകൾ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. അതാണ് നമ്മുടെ വിശ്വാസം. അതിൽ നാം സ്ഥിരപ്പെടണം. നമ്മുടെ വിശ്വാസം പോലെ നമ്മുടെ പ്രവൃത്തിയിലും നമുക്ക് ഉണ്ടായിരിക്കണം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നുവെന്ന് യാക്കോബ് ശ്ലീഹായും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് നന്മ പ്രവൃത്തിയും വിശ്വാസമാകുന്ന ജീവിതമില്ലെങ്കിൽ ശോഷിച്ച കാലുകൾക്ക് തുല്യമാണ് എന്ന് മാബൂഗിലെ വിശുദ്ധ പീലക്സിനോസും പറയുന്നുണ്ട്. ദൈവം മനുഷ്യനോട് കാണിക്കുന്ന നിരുപാധികമായ പ്രീതിയാണ് കൃപ. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച പ്രവൃത്തിയും ഉണ്ടാകണം. അതിനായി നാം ഇടവിടാതെ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന നമ്മളെ ദൈവത്തിൻ്റെ ത്തിലുള്ള വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ് പൗലോസ് ശ്ലീഹ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ പാതയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിച്ചു പോയതുമില്ല എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞത് നാം മറക്കാതിരിക്കാൻ ഇവിടെ വേണ്ടത്. വിശ്വാസത്തിൽ സ്ഥിരപ്പെടുന്നവർക്ക് മാത്രമേ നന്മയിൽ വളരുവാൻ സാധിക്കുകയുള്ളൂ. നന്മയിൽ വളരണമെങ്കിൽ നാം ദൈവ പൈതലായിരിക്കണമെങ്കിൽ നാം സൽപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം. സൽപ്രവൃത്തികൾ ചെയ്യണമെങ്കിൽ നാം ആത്മാവിൻ്റെ ഫലമുള്ളവർ ആയിരിക്കണം. അതായത് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ആത്മാവിൻ്റെ ഫലമുള്ളവർ ആയിരിക്കണമെങ്കിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഇടപെടാതെ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥന എന്താണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. പിതാവായ ദൈവം തൻ്റെ മക്കൾക്ക് നൽകുവാനിരിക്കുന്ന നല്ല ദാനങ്ങൾക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് പ്രാർത്ഥന എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇവിടെ ആ അവസരത്തിൽ നാം പാടേണ്ടതായ ഒരു പാട്ടുണ്ട്.
നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, മുട്ടുവിൻ എന്നാൽ തുറക്കപ്പെടും, അന്വേഷിപ്പൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തുമെന്ന് മത്തായി ശ്ലീഹായും ലൂക്കോസ് എവൻഗേലിയോസ്തായും തൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. പ്രാർത്ഥിക്കുന്ന ഏവർക്കും നന്മയിൽ വളരാൻ സാധിക്കും. ദൈവകൃപ അവർക്ക് ലഭിക്കും. നമ്മുടെ വിശ്വാസം സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ നമ്മൾ നന്മയിലും ജീവിക്കും. അതിനായി നാം അവൻ്റെ അതായത് ദൈവത്തിൻ്റെ വരവിനായി കാത്തിരിക്കണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നതായ ഒരു പാട്ടിതാണ്: മൽപ്രിയനേ യേശുനായകനേ, എപ്പോൾ വരും? നാം പരമര തിരുമേനിയെപ്പോലെ, പാമ്പാടി തിരുമേനിയെപ്പോലെ പിതാക്കന്മാർ കാണിച്ചു തന്നതായ വഴികളിൽ സഞ്ചരിച്ച് നാം പരിശുദ്ധതയിൽ ജീവിക്കുന്നുവെങ്കിൽ വിശ്വാസത്തിൽ സ്ഥിരപ്പെടും, നന്മയിൽ വളരും. അതിനായി നമുക്ക് ഏവർക്കും ശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.